ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് യമൻ. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിന് നേരെ യമനിൽ നിന്നാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ പരിക്ക് നിസ്സാരമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഗ്ലാസ് തകർന്നത് മൂലമുണ്ടായ പരിക്കാണിതെന്നും ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട്. മിസൈൽ ആക്രമണം തടയുന്നതിൽ ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പരാജയപ്പെട്ടു എന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ മാറ്റമില്ലാതെ തുടരുകയാണ്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 77 പേർ കൊല്ലപ്പെട്ടെന്ന് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശീയ ഉന്മൂലനം തന്നെയാണെന്ന് അടിവരയിട്ട് ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് രംഗത്തെത്തി. സംഘടനയ്ക്ക് വേണ്ടി ഗസയിൽ പ്രവർത്തിച്ചിരുന്ന ആരോഗ്യ ജീവനക്കാരിൽ നിന്ന് വിവരം ശേഖരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇസ്രായേൽ സൈന്യം കൂട്ടനശീകരണവും മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനവും നടത്തിയതിന് ആരോഗ്യ ജീവനക്കാർ സാക്ഷിയാണ്. വടക്കൻ ഗസയിൽ നിന്ന് ബോധപൂർവം ആളുകളെ പുറന്തള്ളി തിരിച്ചുവരാൻ കഴിയാത്ത വിധം അവിടെ നശിപ്പിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. യുദ്ധം എന്ന് അവസാനിച്ചാലും തലമുറകളോളം അവിടെ ജീവിക്കാൻ കഴിയാത്ത വിധം അടിസ്ഥാന സൗകര്യങ്ങളും പ്രകൃതിയും നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.